ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിരവധി യാത്രാ വിമാനങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. പല വിമാന സർവീസുകളും റദ്ദാക്കുന്നൊരു സാഹചര്യം വന്നു. ഒരു പക്ഷേ ഈ ആക്രമണം അതിൻ്റെ പരിധിയിൽ ഈ യാത്രാ വിമാനങ്ങളും വന്നു കഴിഞ്ഞാൽ അപകട സാധ്യത ഏറെയാണ്, തകർക്കപ്പെടുന്ന ഒരവസ്ഥ വരെ എത്തും. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും അതൊക്കെ റദ്ദാക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടുകിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ്. അതായത് ഗൾഫ് യാത്രയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മലയാളികൾ. ഗൾഫാണ് നമ്മുടെ പ്രധാനമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം. അവിടെ ജോലി ചെയ്ത് ആണ് മലയാളികൾ കൂടുതലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടുകിടക്കുന്നത്. കാരണം ഇപ്പോൾ ഗൾഫിൽ വേനലവധിയാണ്. വേനലവധി കാലത്തേക്ക് ആണ് അവർ പല കുടുംബങ്ങളും വർഷത്തിലൊരു തവണ അല്ലെങ്കിൽ 2 വർഷത്തിലൊരു തവണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് യാത്ര ചെയ്യാനുള്ള വിമാനങ്ങൾ പലതും റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ വ്യോമപാത അവർ നേരത്തെ അടച്ചു. ഈ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ആ വ്യോമപാത അടച്ചതുകൊണ്ട് ഒമാൻ്റെ വ്യോമപാതയാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലേക്ക് വരാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത് ഈ ഒമാൻ്റെ വ്യോമപാതയാണ്. ഒമാൻ്റെ വ്യോമപാതയിൽ ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അതിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ എയർ ട്രാഫിക് കൂടിയ സമയത്ത് കൃത്യമായ സമയത്ത് ഇത് ഓടിക്കാൻ പറ്റുന്നില്ല. പല പ്ലെയിനുകളും അവരുടെ യാത്രകൾ റദ്ദ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഷാർജയിലേക്കും ദുബായിലേക്കുള്ള നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകേണ്ടത്, കോഴിക്കോട് നിന്ന് ഷാർജയിലേക്ക് പോകേണ്ടതൊക്കെ റദ്ദ് ചെയ്തു. ഇപ്പം നാളെയും ഇതേപോലെ തന്നെ മംഗലാപുരത്ത് നിന്ന് ദുബായിലേക്കുള്ളത്, കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്കുള്ളത്, ഷാർജയിൽ നിന്ന് കോഴിക്കോടുള്ള ഈ വിമാനങ്ങളെല്ലാം റദ്ദ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം മസ്കറ്റിൽ നിന്ന് ഈ കോഴിക്കോടേക്ക്, കുവൈറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് ഇതൊക്കെ മണിക്കൂറുകളോളം വൈകി ഓടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫിലെ വേനലവധിക്ക് നാട്ടിൽ വരാം എന്ന് കരുതി കാത്തു നിൽക്കുന്ന മലയാളികൾക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ശരിക്ക് നമുക്ക് ഇന്ത്യ സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിച്ചാണ് ഗൾഫിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, സംഘർഷം ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ഇനി തൽക്കാലത്തേക്ക് പാകിസ്ഥാൻ്റെ വ്യോമപാത ഇന്ത്യക്ക് തുറന്നു കൊടുക്കണ്ട എന്നൊരു തീരുമാനം പാകിസ്ഥാൻ എടുത്തത്. നമുക്കറിയാലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ച് പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇന്ത്യ അനുവദിക്കുന്നില്ല. ഇല്ല, കുറേ കാര്യങ്ങളിൽ നേരത്തെ എടുത്തിരുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്തു. ഇനി അത് പുനഃപരിശോധിക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാലം കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വ്യോമപാത സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യ വളരെ നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒമാൻ്റെ വ്യോമപാതയാണ്. ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നത് മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾ കൂടി അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിലൊരു മലയാളി ഉണ്ടാവുന്നു. പണ്ട് തമാശയായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ചന്ദ്രനിൽ ഒരു ചായക്കട നടത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു മലയാളി ചായക്കട തുടങ്ങും എന്ന് നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെനിയയിലെ ആ അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അവിടെ ഒരു ബസ് അപകടമാണ്. ആ ബസ് അപകടത്തിൽ പോലും ഒരുപാട് മലയാളികൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പ്രേംലാൽ തന്നെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ലോകത്തിന്റെ. അതെ, ഉറപ്പായിട്ടും. കാര്യം എന്താ വെച്ചാൽ ഈ ഇടക്ക് റിലീസായൊരു സിനിമയായിരുന്നല്ലോ നമ്മുടെ ജോർജ് എന്നാണ്, എന്ത് സ്വർഗരാജ്യമാണ്, നമ്മുടെ നിവിൻ പോളി, കുറച്ച് പഴക്കമുള്ള. അതിൽ സായി കുമാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എവിടെ ചെന്നാലും മലയാളി കാണും. പക്ഷെ അങ്ങനെയല്ല, എവിടെ ചെന്നാലും അവിടെ ഇപ്പോൾ ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചവനാണ് മലയാളി എന്നൊക്കെ മാസ് ഡയലോഗൊക്കെ ഇറങ്ങും. പക്ഷെ പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനായിട്ട് ഓരോ മലയാളിയും പെടുന്ന കഷ്ടപ്പാട് കാണാം. കാര്യം ഈ തിരിച്ച് ഇങ്ങോട്ട് വേനലവധിക്ക് വരുന്ന, അവിടെ ജീവിതം സെറ്റിൽഡ് ആയിരിക്കുമല്ലോ ഏറിയ പങ്ക് ഈ വേനലവധിക്ക് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഒരു ഉപജീവന മാർഗം തേടി അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഇവിടെ ഇങ്ങനെ പെട്ട് നിൽപ്പുണ്ടാവും. അല്ലെങ്കിൽ നാട്ടിൽ അവധിക്ക് വന്നിട്ട് ഇപ്പോൾ വിസയുടെ സമയം കഴിയാറായി ആ ഒരു ഘട്ടത്തിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഇതേപോലെ വിമാനം വൈകുകയോ റദ്ദാകുകയോ ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പരമാവധി നമ്മുടെ നാട്ടിലൊക്കെ ലീവിന് വരുന്ന ആളുകൾ ഒരു 20 ദിവസം കഴിഞ്ഞ് അവരുടെ വിസ ഏകദേശം തീരാറാവുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് ഇവിടുന്ന് പോവുക.
അത്രയും ദിവസം കൂടെ കുടുംബം പലരുടെയും ഈ അവിടെ അധ്വാനിക്കുന്ന പല ആളുകളുടെയും കുടുംബം നാട്ടിലായിരിക്കും. എല്ലാവരും അവിടെ പോയി ഈ പറഞ്ഞ പോലെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് അത്ര വലിയ ഇതുള്ള ആൾക്കാരല്ല. ഒരു ഏറിയ പങ്കും ഒരു സാധാരണക്കാരാണ്. അവരവിടെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് നാട്ടിലെ കുടുംബം അതുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് നാൾ ഒരു 10 കൂടിപ്പോയ ഒരു 30 ദിവസമൊക്കെയാണ് ഒരു പ്രവാസിക്ക് ലീവ് കിട്ടുക. അവർ വന്ന് ഇവിടെ ബന്ധുവീടുകളിലും മറ്റിടത്തും പോയി കഴിയുമ്പോഴത്തേക്ക് അല്ല, അത് വരുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ അടക്കം എല്ലാ സംവിധാനങ്ങളുമായിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു പ്ലാനൊക്കെ തയ്യാറാക്കി ഇന്നതൊക്കെ കൊണ്ടുപോകണം, ഇന്നതൊക്കെ ചിലപ്പോൾ ഈ വലിയ വലിയ പെട്ടിയൊക്കെ കെട്ടിയല്ലേ കൊണ്ടുപോകുന്നത്. അത് ഈ വിമാനം വൈകിയാൽ എൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകും. അതെ, അങ്ങനെയുള്ള അതായത് വലിയൊരു തയ്യാറെടുപ്പോടുകൂടിയൊക്കെ യാത്ര പുറപ്പെടാനായിട്ടിരിക്കുന്നവർക്ക് വലിയൊരു അടിയാനുണ്ടാകുന്നു. ഇപ്പോൾ ഈ ഇറാൻ്റെയും ഇസ്രയേലിലെ സംഘർഷത്തിൽ വേറൊരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇന്ത്യക്കാരായ നിരവധി വിദ്യാർത്ഥികൾ ഇറാനിലുണ്ട്. ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ അടക്കമുള്ള മേഖലകളിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഇറാനിൽ ഒരുപാട് ഈ എണ്ണ ഖനികളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തൊഴിലാളികളായിട്ടും നിരവധി ഇന്ത്യക്കാരൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളായിട്ട് പോയവരെയൊക്കെ ഇങ്ങോട്ട് തിരിച്ച് എത്തിക്കാനായിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് വ്യോമമാർഗം സാധിക്കില്ല. അവരെ കരമാർഗം അതിർത്തി കടത്തി വിട്ടിട്ട് അവിടെ സുരക്ഷാ പരിശോധനകളൊക്കെ അതിർത്തിയിൽ പൂർത്തിയാക്കി അവിടെ നിന്ന് നമുക്ക് അവരെ രക്ഷിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലുണ്ട്. ഒരു വിമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവാക്യുവേഷനൊക്കെ നമുക്ക് എളുപ്പം സാധിക്കുമായിരുന്നു. പക്ഷേ സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ഇതിൻ്റെയൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ മാപ്പിംഗ് വരുമല്ലോ. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ വേക്കൻ്റായി കിടക്കും, ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ വിമാനങ്ങളുടെ സിമ്പൽ. അത് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും, പക്ഷേ യാഥാർത്ഥ്യം ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നതാണ്. കാര്യം ഇന്നത്തെ ആധുനിക കാലത്ത് ഏറ്റവും എളുപ്പവും താരതമ്യേന ഏറ്റവും സുരക്ഷിതവുമായ യാത്രാ ഉപാധി എന്നുള്ളതാണ് വിമാനങ്ങൾ. നമുക്ക് പണ്ട് കാലത്ത് കപ്പലിലൂടെയൊക്കെ ആളുകൾ ഗൾഫിലോട്ടൊക്കെ പോയിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമുക്ക് വിമാനങ്ങളെ ആശ്രയിക്കാതെ പറ്റില്ല. സാധാരണക്കാർ പോലും ഇത്തരം ആവശ്യങ്ങൾക്ക് വിമാനങ്ങളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ സാധാരണക്കാർ, മറ്റുള്ളവർക്ക് ചിലപ്പോൾ മറ്റു മാർഗങ്ങൾ തേടാനായിട്ടുള്ള സാഹചര്യമോ അതിനുള്ള പണമോ ഒക്കെ ഉണ്ടാകും. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു വലിയൊരു ചതിയാണ് സംഭവിക്കുന്നത്. കാര്യം അവരുടെ പ്രതീക്ഷകളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയും. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗൾഫ് കൺട്രീസും ഇന്ത്യയും പ്രത്യേകിച്ച് മലയാളികളുമായിട്ടുള്ള ബന്ധം വളരെ പഴക്കമുള്ളൊരു ഇതാണ്. അപ്പോൾ അത്രയും വർഷം അവിടെ പോയി ജോലി ചെയ്യുന്ന പല ആളുകൾക്കും കുടുംബത്തിലെത്തുക, കുടുംബത്തിനെ കാണുക, അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ഈ വേനലവധി കാലത്ത് ഇവിടെ നിന്ന് ഇതിൽ മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ വിമാന സർവീസുകളുടെ വിമാന കമ്പനികളുടെ ഒരു ദുഷ്ടലാക്കും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നു. തീർച്ചയായിട്ടും. കാര്യം ഇത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് വേനലവധി കാലമാണ്. സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് വരാനുള്ളവരുടെ എണ്ണം കൂടുതലായിരിക്കും, തിരക്ക് കൂടുതലായിരിക്കും. ഈ അവസരം മുതലാക്കി അവർ പരമാവധി ടിക്കറ്റ് നിരക്കുകളൊക്കെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി. കാര്യം വിമാന സർവീസുകളുടെ എണ്ണം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഉള്ളതൊക്കെ തന്നെ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ വഴിതിരിച്ച് വിടുകയോ അല്ലെങ്കിൽ വൈകുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ ഡിമാൻഡ് വല്ലാണ്ട് കൂടിയിട്ടുണ്ടാവും. ഈ നാട്ടിലേക്ക് വരാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുടെയൊക്കെ ഡിമാൻഡ്. കാര്യം അവിടെ ഒരു സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരെ ആ അവസരം മുതലാക്കാനും വിമാന കമ്പനികൾ ശ്രമിക്കുന്നുണ്ടാവും. അതും ഒരു ഘടകമാണിതിൽ. അവർ ഉറപ്പായിട്ടും ഈ ഒരു ഘട്ടത്തിൽ വലിയ ചാർജ് വാങ്ങിക്കും. വിമാനം എണ്ണം കുറവാണ്. ഇനിയിപ്പോൾ കേരളത്തിലേക്കില്ല എങ്കിലും മംഗലാപുരത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കാണെങ്കിലും ഉള്ള വിമാനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവർ ഈ ഒരു അവസരത്തിൽ പൈസ കൂടുതൽ മേടിച്ചു. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥിക്കാം, ഈ യുദ്ധം അത് എവിടെ നടന്നാലും, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിലും ശരി, ഇസ്രായേൽ ഇറാൻ ആണെങ്കിലും ശരി, ആത്യന്തികമായത് ബാധിക്കുക എല്ലാവരെയുമാണ്, രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല. അപ്പോൾ അത് മനസ്സിലാക്കി യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.